ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിറ്റ്സ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനും മീനുട്ടിയും മേട്ടനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇപ്പം പൊതുവെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് മീനുകുട്ടിയായിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ, ഒരു മിനി മോർണിംഗ് വ്ളോഗാണ്. സോ ഇതിപ്പോൾ അവൾ ഡിഷ് വാഷറിൽ നിന്ന് തന്നെ ഇതെല്ലാം എടുക്കാൻ സഹായിക്കുക കേട്ടോ. പ്ലേറ്റൊന്നും എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി വാശി കൂടുതലാവും പുള്ളിക്കാരി. അത് ഞാനിങ്ങനെ കൂടിയിരിക്കണം കളിക്കാനും ഇതിനൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ദോശയ്ക്ക് ഇഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുളിച്ച് പൊങ്ങി. അപ്പം ഒരു തട്ട് ഇഡലിയും പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. നമുക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ, ദോശയും ഇഡലിയും മീനും കഴിക്കും. അപ്പം ഏതാണോ ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു തട്ട് ഇഡലി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇടയ്ക്ക് സ്നാക്കായിട്ട് ചിലപ്പോൾ അത് കൊടുക്കും. ഇഡലിയുടെ കൂടെ ഇഡലിയും കറിയും, അല്ലെ ഇഡലിയിൽ ഇങ്ങനെ പാലൊഴിച്ച് കഴിക്കുന്നതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ദോശമാവ് അരയ്ക്കുന്ന ദിവസം രണ്ടും ഉണ്ടാക്കും അങ്ങനെ. പിന്നെ ഇന്നിപ്പം ദോശ ഇഡലിയും പിന്നെ ചമ്മന്തിയാണുള്ളത്, പിന്നെ ഒരു ഓംലെറ്റും. അവൾക്കിങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പം എന്നും മുട്ട ആഡ് ചെയ്യാറുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. ഉച്ചയ്ക്ക് എപ്പോഴും മീൻകറിയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ മുട്ട എന്നും രാവിലെ വന്നെങ്കിൽ അവൾക്ക് കൂടുതൽ ഒന്നെങ്കിൽ നമ്മുടെ മുട്ട തോരനായിട്ട് അല്ല ഓംലെറ്റായിട്ടൊക്കെ കൊടുക്കുന്നത് ഇഷ്ടം. പുഴുങ്ങിയും മുട്ട വലിയ താല്പര്യമില്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ അതുകൊണ്ട് ഓംലെറ്റാണ് കൊടുക്കുന്നത്. ഓംലെറ്റിൽ ഞാൻ ചിലപ്പോൾ സ്പിനച്ച് ഉണ്ടെങ്കിൽ സ്പിനച്ച് ഇടും, അല്ലെങ്കിൽ ചിലപ്പം ഈ സവാളയും ടൊമാറ്റോയും എല്ലാം കൂടി ഇട്ട്, പച്ചമുളക് ഇടത്തില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾക്കുള്ള ചായ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം പുള്ളിക്കാരി കളിക്കും, എന്നിട്ട് രാവിലത്തെ ഇത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കമുണ്ട്. അതിന് മുന്നേ ഞാൻ പാല് തിളപ്പിച്ച് വെക്കും. അപ്പോൾ അവൾക്കൊരു വയസ്സ് തൊട്ട് നമ്മൾ വാക്സിനേഷന് പോയപ്പം, ഒരു വയസ്സിലെ വാക്സിനേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോയപ്പോൾ അവർ പറഞ്ഞു ഇനി തൊട്ട് പാല് കൊടുക്കാം, നമ്മുടെ പശുവും പാലില്ലേ അത് കൊടുക്കാം, ഒന്നെങ്കിൽ അതേപോലെ കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. ഇവിടെ നമ്മൾ 3% മിൽക്കാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളൊക്കെ 2% യൂസ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾക്ക് 3% ആണ് അവർ പറയുന്നത്. അപ്പം അത് അവൾക്ക് ചൂടാക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. വെച്ചാൽ മറ്റേ ഫോർമുല കൊടുക്കുമ്പോഴും അവൾ ചെറിയ ചൂടോടെ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടോടെയാണ് പാലിങ്ങനെ തിളപ്പിച്ച് വെക്കും. അപ്പോൾ അതാറ്റിയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഫുഡെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കം പതിവായി, ഒരു നാപ്പ് എടുക്കും, ഒരു 1 hour 2 hour നാപ്പൊക്കെ എടുക്കും. അപ്പോഴാണ് അത് കൊടുക്കുന്നത്. ദോശയുടെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ചമ്മന്തിയും, ചമ്മന്തി റെഡിയായി. ചമ്മന്തിയും പിന്നെ ഓംലെറ്റും, പിന്നെ ചിലപ്പോൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യും, ഓറഞ്ചോ സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലും, അതും കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പം മിക്കതും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി ആക്ച്വലി, എല്ലാ ഫ്രൂട്ട്സും എല്ലാ വെജീസും ഒക്കെ. പിന്നെ നോൺ വെജ് ആണെങ്കിലും ഫിഷ്, ചിക്കൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓംലെറ്റൊക്കെ ഭയങ്കര വിദഗ്ധമായി ഞാൻ മറിച്ചിട്ട്, ഇതൊക്കെ എന്ത് ചില സമയം ശരിയാവും, ചില സമയം ശരിയാകത്തില്ല. എന്തോ ഭാഗ്യം കൊണ്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ആദ്യമൊക്കെ ഓംലെറ്റും അല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റേ ആഫ്രിക്കൻ പൂവടം പോലൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ സൂപ്പറായിട്ട് വരുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്. അങ്ങനെ ഇപ്പോൾ പൊതുവെ എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പം മറ്റേ ഞാൻ രാവിലെ അങ്ങനെ മടിക്കുമായിരുന്നു, മിക്കപ്പോഴും സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ ടോട്ടില വെച്ചുള്ള റാപ്പ് അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ വാവ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കുറച്ചുകൂടെ മെച്ചമായിട്ടുണ്ട്. കാരണം കുഞ്ഞിനും കൂടെ കൊടുക്കണമല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഇതാണ്ട് അവളെ ഹൈച്ചേറിയിരുത്തി അവൾ തന്നെ കഴിക്കട്ടോ, നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. കുറച്ചൊന്ന് കഴിച്ചൊന്ന് വയറ് നിറയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് തുടങ്ങും പൂജയാണ്. പിന്നെ കിഴക്കുന്നില്ല പടിഞ്ഞാറെന്നില്ല, പൂജയോട് പൂജയായിരിക്കും, എടുത്തെറിയൊക്കെ പറക്കുമായിരിക്കും ഹൈച്ചേറിന്ന് ഫുഡൊക്കെ അതേപോലെ. അപ്പോൾ കുറച്ചൊക്കെ തിന്നും. ഇപ്പം നിങ്ങളോർക്കും വളരെ നല്ല കുട്ടിയാണ്, എന്ത് നന്നായിട്ട് വാരി തിന്നുന്നെന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പറക്കി എറിയും. അപ്പോൾ അതുവരെ ഉള്ളൂ. അപ്പോൾ അവൾക്ക് വയറ് നിറഞ്ഞു എന്നുള്ളത് പിന്നെ ഞാൻ കൊടുക്കത്തില്ല. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും, പിന്നെ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും. പിന്നെ ഞാൻ അതിൽ നിന്ന് താഴെ ഇറക്കി നടക്കും. അങ്ങനെ പിന്നെ കളിച്ചോളും കുറച്ച് നേരമൊക്കെ. അങ്ങനെ ഭയങ്കര സ്റ്റൈലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സ്റ്റൈലൊക്കെ കഴിക്കുന്നത് കാണിക്കും. ഞാനിങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവളോട്. ഞാൻ രാവിലെ കഴിക്കുമ്പോഴും കഴിക്കാൻ നേരമൊക്കെ ഇങ്ങനെ നമ്മൾ കൂടുതലും സംസാരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക, അങ്ങനെ സംസാരിക്കുക, അങ്ങനെ അധികം അപ്പോൾ ടി വിയോ അങ്ങനെയൊന്നും വെക്കാറില്ല. ടാറ്റ കൊടുത്തേ.
ടാറ്റ. ഓക്കെ ബൈ, സി യു. ശരി പറഞ്ഞ ടാറ്റ.